എക്സൈസ് സേനയിൽ 134 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഈ 134 തസ്തികകൾ എക്സൈസ് സേനയെ നവീകരിക്കാനും ശാക്തീകരിക്കാനും ഈ സർക്കാരിൻ്റെയും തൊട്ടു മുമ്പിലുള്ള LDF സർക്കാരിൻ്റെയും കാലത്ത് നടന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ്. 2016 ശേഷം 2 LDF സർക്കാരുകളുടെയും കാലത്ത് എക്സൈസിൽ PSC വഴി നടന്നത് 2949 നിയമനങ്ങളാണ്. എക്സൈസ് സേനയെ നവീകരിക്കാനും ശാക്തീകരിക്കാനും ഈ സർക്കാരിൻ്റെയും തൊട്ടുമുമ്പുള്ള LDF സർക്കാരിൻ്റെയും കാലത്തെ ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. 2016 ശേഷം 2 LDF സർക്കാരുകളുടെയും കാലത്ത് എക്സൈസിൽ PSC വഴി നടന്നത് 2949 നിയമനങ്ങളാണ്. ഇതടക്കം ആകെ 5600 പേരാണ് എക്സൈസ് സേനയിലുള്ളത്. അത്തരം സാഹചര്യത്തിലാണ് പുതിയ നിയമനങ്ങൾ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 507 തസ്തികകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് 246 സിവിൽ വനിതാ എക്സൈസ് ഓഫീസർമാരുടെ തസ്തികകൾ സൃഷ്ടിച്ചു. കേരളത്തിലെ എക്സൈസ് സേന കുറ്റാന്വേഷണ മികവിൻ്റെയും എൻഫോഴ്സ്മെന്റിൻ്റെയും കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും മികച്ച സേനയാണ്. മയക്കുമരുന്ന് അബ്കാരി കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ശിക്ഷാ നിരക്കും കേരളത്തിലാണ്. എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നവരിൽ 96.37% ശിക്ഷാ നിരക്ക്. ഈ സർക്കാരിൻ്റെ കാലത്താണ് എക്സൈസിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചത്. അവർ അന്വേഷിച്ച 16 കേസുകളിൽ 14ലും കുറ്റക്കാർക്ക് വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായി. 34 വർഷം വരെ ശിക്ഷ നൽകിയ കേസുകളുമുണ്ട്. പുതിയ വാഹനങ്ങൾ അനുവദിച്ചും സൈബർ വിങ്ങിനെ ശക്തിപ്പെടുത്തിയും ഈ സർക്കാർ എക്സൈസിനെ നവീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഈ നേട്ടത്തിനു പിന്നിൽ.